കളിക്കളത്തിലെ പോരാട്ട വീര്യത്തെ സാങ്കേതികതയുടെ ചുവപ്പ് നാടിൽ കെട്ടിപ്പൂട്ടാൻ നോക്കിയാൽ ഫുട്ബോൾ ലോകം അത് ചോദിക്കുക തന്നെ ചെയ്യും. ഫ്രാൻസ് മൊറോക്കോ ക്വാർട്ടർ പോരാട്ടത്തിന് തൊട്ടു മുൻപ് മൈതാനങ്ങളെ പിടിച്ചുലിച്ച് ഇതാ പുതിയൊരു റഫറിംഗ് വിവാദം പുകയുകയാണ്. മത്സരം നിയന്ത്രിക്കാൻ എത്തുന്നത് അർജന്റീനയിൽ നിന്നുള്ള 5 റഫറിമാരുടെ വമ്പൻ പാനലാണെന്ന വാർത്ത പുറത്തായതോടെയാണ് തർക്കങ്ങൾക്ക് തിരികൊളുത്തിയത്. കഴിഞ്ഞ ലോകകപ്പ് ഫൈനലിൽ ഫ്രാൻസിന്റെ നെഞ്ച് തകർത്ത അർജന്റീനയുടെ മണ്ണിൽ നിന്ന് തന്നെ റഫറിമാർ എത്തുമ്പോൾ ഇതിൽ ഒത്തുകളിയുണ്ടെന്നാണ് ഫുട്ബോൾ ലോകത്തെ ഒരു വിഭാഗത്തിന്റെ പരസ്യമായ വെല്ലുവിളി. ജൂലൈ 10 പുലർച്ചെ 1:30 ഫ്രഞ്ച് പടയും മൊറോക്കയും നേർക്കുനേർ വരുമ്പോൾ കളി വെറും ഒരു പോരാട്ടമല്ല, കട്ടപ്പകയുടെ യുദ്ധഭൂമിയാകും എന്നുറപ്പാണ്. വിവാദങ്ങൾക്ക് തീ പിടിച്ചത് കഴിഞ്ഞ അർജന്റീന ഈജിപ്ത് പ്രീ ക്വാർട്ടർ പോരാട്ടത്തോടെയാണ്. ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിൽ അർജന്റീന 3-2 വിജയിച്ച ആ മത്സരത്തിൽ റഫറി ചതിച്ചെന്നാണ് ഈജിപ്ത് ക്യാമ്പ് ഒന്നടങ്കം പറയുന്നത്. മത്സരത്തിന്റെ 58-ാം മിനിറ്റിൽ മുസ്തഫ സീക്കോ അർജന്റീനൻ ബാലൻ കുലുക്കിയെങ്കിലും വാറിന്റെ അറ്റാക്കിംഗ് പൊസിഷൻ ഫേസ് അഥവാ APP നിയമത്തിന്റെ പേരിൽ ആ ഗോൾ റദ്ദാക്കപ്പെട്ടു. ഒരു ഗോൾ നേടുന്നതിന് കാരണമായ അതേ മുന്നേറ്റത്തിൽ എവിടെയെങ്കിലും നിയമലംഘനം നടന്നാൽ ഗോൾ റദ്ദാക്കാമെന്നാണ് അന്താരാഷ്ട്ര ഫുട്ബോൾ അസോസിയേഷൻ ബോർഡിന്റെ കടുത്ത നിയമം. ഫൗൾ നടന്നത് മൈതാനത്തിന്റെ മറുതലയ്ക്കൽ 100 വാര അകലെയാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുമ്പോഴും പന്തിന്റെ നിയന്ത്രണം ആ ഫൗളിലൂടെയാണ് ഈജിപ്തിന് കിട്ടിയതെന്ന വാദത്തിലാണ് റഫറി ആ ഗോൾ നിഷേധിച്ചത്. അർജന്റീനയുടെ വിജയ ഗോളിന് തൊട്ടു മുൻപ് ഈജിപ്തിന് ലഭിക്കേണ്ടിയിരുന്ന വ്യക്തമായ പെനാൽറ്റി വാറും കണ്ടില്ലെന്ന് നടിച്ചതും കനൽ പുകയ്ക്കുന്നു. ഗോളുകൾ, പെനാൽറ്റികൾ, നേരിട്ടുള്ള ചുവപ്പ് കാർഡുകൾ എന്നിവയിൽ വ്യക്തമായ പിഴവ് ഉണ്ടായാൽ മാത്രമേ വാറിന് ഇടപെടാൻ നിയമപരമായ അധികാരമുള്ളൂ. ഇവിടെ അർജന്റീനൻ ഡിഫൻഡർ ആദ്യം പന്ത് കൃത്യമായി കൈക്കലാക്കിയ ശേഷമാണ് കളിക്കാർ തമ്മിൽ കൂട്ടിയിടുണ്ടായത്. ഡിഫൻഡർ പന്തെടുത്ത ശേഷമുള്ള ഇത്തരം കോണ്ടാക്റ്റുകൾ സ്വാഭാവികമായ വേഗതയുടെ ഫലമായി കണ്ട് റഫറിമാർ ഫൗൾ വിളിക്കാറില്ലെന്ന നിയമത്തിന്റെ ആനുകൂല്യമാണ് അർജന്റീനയ്ക്ക് തുണയായത്. ഡിഫൻഡർ പന്തെടുത്ത ശേഷമുള്ള ഇത്തരം കോണ്ടാക്റ്റുകൾ സ്വാഭാവികമായ വേഗതയുടെ ഫലമായി കണ്ട് റഫറിമാർ ഫൗൾ വിളിക്കാറില്ലെന്ന നിയമത്തിന്റെ ആനുകൂല്യമാണ് അർജന്റീനയ്ക്ക് തുണയായത്. ഇതിനെതിരെ ഈജിപ്ഷ്യൻ കോച്ച് ഹോസം ഹസൻ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞു. മെസ്സിയെയും അർജന്റീനയും ടൂർണമെന്റിൽ നിലനിർത്താനുള്ള ആസൂത്രിത നീക്കമാണിതെന്നാണ് അദ്ദേഹത്തിന്റെ തുറന്നടി. നിയമപുസ്തകം എന്തുമാകട്ടെ, കളിയുടെ സ്വാഭാവിക വീര്യത്തെ കൊന്നുകളയുന്ന ഈ വാർ നാടകങ്ങൾ ഫുട്ബോളിന്റെ അന്തനാകുമോ എന്ന് കാത്തിരുന്ന് കാണാം.